6 പതിറ്റാണ്ടായി മലയാളി കേട്ടുപതിഞ്ഞ സ്വരവിസ്മയം ഇനി ഹൃദയങ്ങളിൽ അനശ്വരം. കാലത്തെ സ്നേഹാർദ്രമാക്കിയ ഭാവഗായകൻ പി ജയചന്ദ്രന് മലയാളക്കര വിട നൽകുകയാണ്. പ്രിയപ്പെട്ട പാട്ടുകാരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് പേരാണ് പൂങ്കുന്നത്തെ വസതിയിലും തൃശൂർ സംഗീത നാടക അക്കാദമിയിലും എത്തിയത്. നാളെയാണ് സംസ്കാരം. ആഴത്തിൽ പതിഞ്ഞതും കേട്ടുമതിവരാത്ത പാട്ടുകളും ഇനി ബാക്കി. പ്രിയഗായകൻ പി ജയചന്ദ്രന് കലാകേരളം വിട ചൊല്ലുകയാണ്. തൃശൂർ പൂങ്കുന്നത്തെ വസതിയിലും സംഗീത നാടക അക്കാദമിയിലും ആയിരങ്ങളാണ് പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. രാഷ്ട്രീയ നേതാക്കളും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും പി ജയചന്ദ്രനെ അവസാന നോക്ക് കണ്ടു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ മലയാളത്തിന്റെ ഭാവഗായകന് ആദരമർപ്പിച്ചു. വൈകാരികമായാണ് പി ജയചന്ദ്രനുമൊത്തുള്ള സൗഹൃദത്തെ പലരും ഓർത്തെടുത്തത്. ജയചന്ദ്രൻ ഹിറ്റ് മേക്കറാണ്. ജയചന്ദ്രൻ പാടിയ പാട്ടുകളിൽ പോപ്പുലറാകാത്ത പാട്ടുകൾ വളരെ കുറവാണ്. മറ്റ് പാട്ടുകാരെ ഇത്രയും അംഗീകരിക്കുന്ന ഒരു ഗായകൻ വേറെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു പുണ്യാത്മാവാണ്. കാരണം ഈ ഒരു ദിവസം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിട്ടില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ അദ്ദേഹം എന്നും ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പി ജയചന്ദ്രന്റെ വിയോഗം പൂങ്കുന്നത്തുകാർക്കും താങ്ങാൻ കഴിയുന്നില്ല. വൈകിട്ട് പാട്ടും പതിവ് നടത്തവുമായെത്തുന്ന ജയേട്ടൻ ഇനിയില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറയുന്നു. അവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുറച്ച് ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതി തന്നെ ആയിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ജയേട്ടൻ പോകുന്നു വിചാരിച്ചില്ല. വളരെ നല്ല മനുഷ്യനായിട്ടുള്ള പെരുമാറ്റം, അയൽക്കാരോടെല്ലാം വളരെ തൃപ്തികരമായിട്ട് പെരുമാറി എല്ലാം ചെയ്യുന്ന ഒരാളാണ്. വളരെയധികം പരിചയമുണ്ട്. നല്ലൊരു ഭാവഗായകനെ നഷ്ടപ്പെട്ടു. അത് സങ്കടമുണ്ട്. നാളെ ഉച്ചതിരിഞ്ഞ് 3:30 ചേന്നമംഗലം പാലിയത്ത് തറവാട്ട് വളപ്പിലാണ് പി ജയചന്ദ്രന്റെ സംസ്കാരം. രാവിലെ 8 മണിയോടെ പൂങ്കുന്നത്തെ വസതിയിൽ നിന്ന് മൃതദേഹം പാലിയത്തേക്ക് കൊണ്ടുപോകും. 24 തൃശൂർ.